പാലക്കാട് ജില്ലയിലെ തോൽവിയിൽ മുൻമന്ത്രി എം പി രാജേഷും കെ ശാന്തകുമാരിക്കുമെതിരെയാണ് CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. ഷാരിഖ് നവാസിയായിരുന്നു. ഷാരിഖ്, എന്തൊക്കെയാണ് വിമർശനങ്ങൾ? ഹാഷ്മി, കഴിഞ്ഞ ദിവസം CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KS അലീഖയും അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ MP പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുൻമന്ത്രി MP രാജേഷിനെതിരെയും അതുപോലെ തന്നെ കോങ്ങാട് MLA ആയിരുന്ന K ശാന്തകുമാരിക്കുമെതിരെയാണ് രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നത്. അതായത് ഇവർ രണ്ടുപേരും മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല. ഇവർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഇടപെട്ട ശൈലി വളരെ മോശമായി പോയി. ഇത്തരത്തിലുള്ള ശൈലി വെച്ച് പെരുമാറിയതിൽ ഇത് തോൽവിക്ക് ഇടയാക്കി, തോൽവിക്ക് കാരണമാക്കി എന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട്, ചിറ്റൂര്, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളിലെ തോൽവി പാർട്ടി പരിശോധിക്കണമെന്നും പറയുന്നുണ്ട്. മാത്രവുമല്ല, പാലക്കാട് മണ്ഡലത്തിലെ, അതായത് പാലക്കാട് ആസ്ഥാനമായ പാലക്കാട് മണ്ഡലത്തിലെ തോൽവി, അതുപോലെ തന്നെ വോട്ട് ചോർച്ച, ഇവ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും പാർട്ടി അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ പാർട്ടിയുടെ, പാലക്കാട് ആസ്ഥാനമാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്, ആ പാലക്കാട് മണ്ഡലത്തിൽ പാർട്ടി CPM പാർട്ടി പ്രവർത്തനം നിർജീവമായി എന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെല്ലാം, പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിലെല്ലാം വോട്ട് ചോർന്നു, വോട്ട് കുറഞ്ഞുപോയി. ഇത്തരത്തിൽ ഈ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തിൽ CPIMന്റെ പ്രവർത്തനം ഇല്ലാതെയായി, നിലച്ചുപോയി എന്നുള്ള ഉൾപ്പെടെയുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയായ പാലക്കാട് നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈകിയതും, അതുപോലെ തന്നെ ഇതിൻ്റെ പണം നൽകുന്നത് ഉൾപ്പെടെയുള്ളത് വൈകിയത് പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ വളർച്ചയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അംഗങ്ങൾ. ആഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.